ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വിത്ത് കിളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ വിത്തിനെ ആദ്യം ഒരു ചെരുവത്തിലേക്ക് വെള്ളത്തിൽ വാരിയിടുക. വെള്ളത്തിൽ വാരിയിട്ട് കഴിയുമ്പോൾ ഒരു 30 കിലോ വിത്തായിരിക്കും നമ്മൾ കിട്ടുന്നത്. അതിൽ ഒരു 2 കിലോയോളം 3 കിലോയോളം പതിരും അരത്തടിയൊക്കെ പോകും. പക്ഷേ ഈ പതിരും കിളുക്കും. കണ്ടോ, ഞാൻ കളഞ്ഞ പതിരുകളാണ്. പതിരും കിളുക്കും. പക്ഷേ ഈ പതിരിനെ ഒരിക്കലും നമ്മുടെ കണ്ടത്തിലിട്ട് കിളുക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. അതിനാണ് ആരോഗ്യമില്ലാത്ത നെൽച്ചെടിയായിരിക്കും. അതിനായിരിക്കും ആദ്യം രോഗബാധയും കീടബാധയും പിടിക്കുന്നത്. അതിനെ അവിടുന്ന് തുടങ്ങി ആരോഗ്യമുള്ള ചെടിയെ കൂടെ രോഗബാധിതരാക്കും. അപ്പോൾ നമ്മളെപ്പോഴും വിത്ത് കിളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല രീതിയിൽ പതിര് വാരി വെള്ളത്തിലിടുക. ഒരു 16 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. 16 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനെ തിരിച്ച് ഈ ചണച്ചാക്കി തന്നെ വാരി വെക്കുക. വാരി വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇത് കണക്ക് ഇതേ കുത്തിച്ചാരി വെച്ചാൽ മാത്രം മതി. വെറുതെ ഇങ്ങനെ കുത്തിച്ചാരി വെക്കുക. ഒരേ പാറ്റേണിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വിത്തിനെ കിളിപ്പിക്കാൻ ശ്രമിക്കുക. ഒറ്റ വിത്ത് പിഴയ്ക്കാതെ മൊത്തം കിളിക്കും. കാലിന് നീളക്കൂടിലോ എല്ലാം ഒരേ രീതിയിലുള്ള കിളിപ്പായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വിത്ത് കിളിപ്പിക്കേണ്ടത്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ വിത്ത് കിളിപ്പീരെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിനുശേഷം 24 മണിക്കൂർ 36 മണിക്കൂർ തടക്കി വെച്ച് അത് വാഴയിൽ ചേമ്പല്ലും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ട് പൊതിഞ്ഞ കിളിപ്പിക്കേണ്ടത്. അങ്ങനെ കിളിപ്പിക്കുന്ന വിത്ത് അമിതമായിട്ട് ചൂട് കൊണ്ട് ആവി പുഴുങ്ങിയ നമ്മൾ കിളുക്കുന്നത്. അങ്ങനെ കിളുക്കുന്ന ഈ വിത്ത് ഒരു കുഴപ്പമില്ല, ഒരു 2 ദിവസം 3 ദിവസത്തിൽ കൂടുതൽ വെള്ളത്തിൽ കിടക്കത്തില്ല, വിത്ത് ചീഞ്ഞു പോകും. ഈ നോർമൽ ടെമ്പറേച്ചറിൽ കിളുക്കുന്ന ഈ വരിനെല്ല് പോലുള്ള വിത്തുകൾ ഒരു കാരണവശാലും 15 ദിവസം കഴിഞ്ഞിട്ട് നശിച്ചു പോകാതെ വീണ്ടും അത് കിളുത്ത് വരുന്നത് കാണാം.